ജാതകം രചന ഐൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം VNR ക്രിയേഷൻസ്. പാർവതി സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് ഇരുന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ പാത്രത്തിൽ നിന്നും എന്തോ സ്പൂണിലാക്കി വായിൽ വെച്ച് കൊടുക്കുന്ന നേരത്താണ് വാതിൽ തള്ളി തുറന്ന് വൈദേഹി അങ്ങോട്ട് കയറി വന്നു. മേഘയെ ബലി കൊടുക്കാൻ പറ്റില്ല. പരിഹാരമായി ഭൈരവനോട് ബലിരൂപി നിർദ്ദേശിച്ച് കന്യകളായ 3 പെൺകുട്ടികളെ ബലി കൊടുക്കാനാണത്രേ. ഭൈരവൻ അത് പറഞ്ഞപ്പോൾ വൈദേഹിക്ക് അരിശമാണ് വന്നു. ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞ് കന്യകൾ കൂടെ വേണത്രേ. മേഘയെ തന്നെ എങ്ങനെയോ പിടിച്ചെട്ടി കൊണ്ടുവന്നാണ്. ഇനി 3 കന്യകളെ എവിടെ പോയി തപ്പിയെടുക്കാനാണ്? പക്ഷെ അത് ചെയ്തില്ലെങ്കിൽ കൊടുനാശമായിരിക്കും ഫലം. എങ്ങനെയെങ്കിലും കന്യകളെ തപ്പിയെടുത്തേ മതിയാവും. എല്ലാം കൊണ്ടും ഭ്രാന്ത് പിടിച്ച നേരത്താണ് സിദ്ധാർത്ഥിന്റെ കാര്യം ഓർമ്മ വന്നത്. അവനിനി ഇങ്ങനെ കിടത്തിയാൽ ശരിയാവില്ല. തട്ടിക്കളയണം എത്രയും പെട്ടെന്ന്. അവൻ തന്റെ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കിയവനാണ്. ഏതെങ്കിലും കാലത്ത് അവൻ വാ തുറന്നു കഴിഞ്ഞാൽ തന്നെ നേരെ തിരിയും. അത് പാടില്ല. അവനെ കൊല്ലാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നറിയാൻ വേണ്ടി തറവാടിലേക്ക് കയറുമെന്നായിരുന്നു വൈദേഹി. അപ്പോൾ കണ്ട കാഴ്ച സുന്ദരിയായ യുവതി അവന്റെ അരികിൽ നിന്ന് എന്തോ വായിൽ കൊടുക്കുന്നു. ആരാണിവള്? ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. വൈദേഹി പാർവതിയെ തറപ്പിച്ച് നോയിക്കൊണ്ട് നിന്നു. താൻ വന്നതറിഞ്ഞിട്ടും അവൾ മുഖത്ത് നോക്കാൻ സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് തന്നെ പുഞ്ചിരിയോടെ നോക്കിയിരിക്കുകയാണ്. അഹങ്കാരി. ആരടി നീ? വൈദേഹി പാർവതിയെ തോളിലിട്ടൊന്ന് ഉലച്ചുകൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു. പാർവതി വൈദേഹിയെ നോക്കിയത് പുഞ്ചിരിച്ചുകൊണ്ട് സിദ്ധാർത്ഥിന്റെ ചുണ്ടം തുടച്ചുകൊണ്ട് ഇരുന്നിടന്ന് എഴുന്നേറ്റു. സിദ്ധാർത്ഥ് വൈദേഹിയെ തന്നെ തറച്ചു നോക്കി കിടക്കുകയായിരുന്നു. അവളെ കൊല്ലാനുള്ള കലി തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഒന്ന് അനങ്ങാൻ പോലും സാധിക്കുന്നില്ല. ഞാൻ പാർവതിയാണ് വൈദേഹി. പാർവതി എഴുന്നേറ്റുന്നപ്പോഴാണ് വൈദേഹി അവളെ ശരിക്കും കാണുന്നത്. 6 അടിയോളം ഉയരം, ഒത്ത വണ്ണവും. നീ ഏത് മതിയായാലും എനിക്കെന്താ? നീ എന്താ ഇവിടെ? ഞാനിവിടുത്തെ പുതിയ ജോലിക്കാരിയെ വൈദേഹി. തന്നെ വൈദേഹി എന്ന് പേരെടുത്ത് വിളിച്ച വൈദേഹിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇവളെ പിന്നെ കണ്ടോളാം. ഇപ്പം അതിനുള്ള സമയമില്ല. എങ്ങനെയെങ്കിലും സിദ്ധാർത്ഥിനെ കൊല്ലാൻ നോക്കണം. ഈ കിടന്ന കിടപ്പിൽ പോലെ തലകിണാമർത്തിയോ കഴുത്തിരിക്കോ കൊല്ലാവുന്നതാണ്. നീ എന്തേ പോകുന്നില്ലേ? അപ്പോഴും അവിടെ തന്നെ നിൽക്കുന്ന പാർവതിയുടെ കണ്ണ് ചുരുക്കൊണ്ട് വൈദേഹി ചോദിച്ചു. സിദ്ധാർത്ഥിനെ നോക്കാനാണ് ഞാൻ വന്നത് വൈദേഹി. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടാവും. ആളുടെ മുഖത്തെ പുഞ്ചിരി പതിയമായെന്ന് വൈദേഹി ശ്രദ്ധിച്ചു. അത് കണ്ടപ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു ഭയം വൈദേഹി വന്ന് പൊതിഞ്ഞു. നോക്കാൻ വന്നവൾ 24 മണിക്കൂർ ഇവിടെ നിൽക്കണമെന്നില്ല. നീ പോയിക്കോ, ഞാനിവിടെയുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ട് നിന്നെ ഞാൻ വിളിച്ചോളാം. സിദ്ധാർത്ഥിനെ നോക്കി പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പാർവതി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആൾ പോയെന്ന് കണ്ടതും വൈദേഹി സിദ്ധാർത്ഥിന് നേർക്ക് തിരിഞ്ഞു. നീ ഇങ്ങനെ കിടന്നാൽ എങ്ങനെയാടാ? നമുക്ക് പോവണ്ടേ കാറിന്റെ അടുത്തേക്ക്? നീ വിഷമിക്കേണ്ട കേട്ടോ. ഒരാഴ്ച അതിനുള്ളിൽ തന്നെ നിന്റെ മേഘ നിന്റെ അടുത്തേക്ക് തന്നെ എത്തിക്കോളും. വൈദേഹി പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. ആരുമില്ല. ആൾ ചെന്ന് വാതിലടച്ചു. എന്നിട്ട് സിദ്ധാർത്ഥിന്റെ അരികിലുണ്ടായിരുന്ന തലയിനെടുത്ത് പൊക്കി നേരെ അവന്റെ മുഖത്തേക്ക് വെച്ച് അമർത്തി. സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ തുറിച്ച് ശ്വാസം മുട്ടി. വൈദേഹി ക്രൂരമായ ചിരിയോടെ തലയിണ വെച്ച് അമർത്തിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് തന്നെ തോളിൽ എന്തോ ഉലക്ക വെച്ച് അടിച്ച പോലെ ഒരു വേദന വൈദേഹിക്ക് തോന്നി. വേദന കൊണ്ടൊന്ന് ചുരുങ്ങിപ്പോയവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ തൊട്ടുപുറകിൽ ചിരിയോടെ പാർവതി നിൽക്കുന്നു. എന്താ വൈദേഹി ഇത്? സുഖമില്ലാത്ത ഒരാളെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആ തലയിനെടുത്ത് മാറ്റി. എന്തായാലും താൻ ചെയ്യാൻ പോകുന്ന പാർവതി കണ്ടു കഴിഞ്ഞു. അപ്പൊ രണ്ടിനെയും കൂടെ ഒരുമിച്ച് തട്ടാമെന്ന് വൈദേഹി മനസ്സിൽ കണക്കുകൾ കൂട്ടി. ഇല്ലെങ്കിൽ മാറ്റിയില്ലെങ്കിൽ നീ എന്തിടി വേലക്കാരി? ഒരു ശബ്ദത്തോടെ സിദ്ധാർത്ഥിന്റെ മുഖത്തുണ്ടായ തലയിണ ദൂരെ തെറിച്ചു മാറി. തന്റെ താടിയിൽ തകർന്ന പോലെ വൈദേഹിക്ക് തോന്നി. എന്താണ് സംഭവിച്ചെന്ന് പോലെ ആൾക്ക് മനസ്സിലായില്ല. കണ്ണു മഞ്ഞിക്കുന്ന പോലെ, തല കറങ്ങുന്ന പോലെ, എന്തൊക്കെയാണ് നിമിഷ നേരം കൊണ്ട് തനിക്ക് സംഭവിക്കുന്നതെന്ന് വൈദേഹി തന്നെ പിടിയുണ്ടായിരുന്നില്ല. വേദനിച്ച താടി ഭാഗം കൈവച്ച് പൊത്തിക്കൊണ്ട് വൈദേഹി നേരെ നോക്കിയപ്പോൾ കണ്ടത് മുഷ്ടിയുരുട്ടി നിൽക്കുന്ന പാർവതിയാണ്. ഡീ ഉറക്കാലറിയപ്പോൾ പള്ളി 2-3 വായിലേക്ക് തന്നെ വന്ന് വീണ പോലെ. സിദ്ധാർത്ഥാണെങ്കിൽ ശ്വാസം കിട്ടിയ ആശ്വാസത്തിൽ രണ്ടുപേരെയും നോക്കി കിടക്കുകയായിരുന്നു. വൈദേഹിയുടെ നിൽപ്പും പാടുമൊക്കെ കണ്ടപ്പോൾ പാർവതിയുടെ കയ്യിൽ നിന്ന് നല്ല കിട്ടിയിട്ടുണ്ടാകുമെന്നും അവന് മനസ്സിലായി. എടി നീ എന്നെ എന്താടി ചെയ്ത്? ഇന്ന് നിന്റെ അവസാനമായിരിക്കുമെടി. കണ്ണുകൾ അടച്ച് നെഞ്ചിൽ കൈവച്ച് നിമിഷങ്ങളോളം എന്തോ പിറുപിറുത്തുകൊണ്ട് വൈദേഹി കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് തന്റെ മുന്നിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന പാർവതിയെയാണ്. ഉടനെ തന്നെ വൈദേഹി സിദ്ധാർത്ഥിനെ അമ്പരപ്പിച്ചുകൊണ്ട് മുകളിലേക്ക് ഉയർന്നു ചാടി വായുവിൽ അല്പനേരം നിന്നു. താഴേക്ക് നോക്കിയപ്പോൾ പാർവതിയുടെ മുഖത്ത് ഭാവമാറ്റമൊന്നുമില്ല. സിദ്ധാർത്ഥിന്റെ കണ്ണാണെങ്കിൽ ഇപ്പോൾ തുറിച്ച് വെളിയിൽ വരുന്ന അവസ്ഥയിൽ ഇവളെന്താണ് ഈ കാണിക്കുന്നത്? ഇവളെങ്ങനെയാണ് ഈ വായുവിൽ കാലുറപ്പിക്കാൻ നിൽക്കുന്നത്? വൈദേഹിയുടെ അങ്ങനെയുള്ള ഭാവങ്ങളൊക്കെ അവൻ ആദ്യമായിട്ടാണ് കാണുന്നത്. 2 കൈകളും പരമാവധി വിരിച്ചു പിടിച്ച വൈദേഹി നേരെ പാർവതിയുടെ തോളിലേക്കാണ് എടുത്തിയാടാൻ പോയത്. തോളിൽ നിന്ന് കഴിഞ്ഞിട്ട് കൈ കൊണ്ട് 2 തോളിനിട്ടൊരു വെട്ടു കൊടുക്കണം. മർമ്മസ്ഥാനത്ത് കൊള്ളുന്ന നാട്ടിൽ തന്നെ പാർവതിയുടെ കാര്യം തീരുമാനമായിക്കൊള്ളും. ആ സമയം തന്നെ പാർവതി ഉയർന്നു പൊങ്ങി. ചാടാൻ പോയ ആഴം കാരണം വൈദേഹി പാർവതി പൊങ്ങിയത് കണ്ടിട്ടും ബാലൻസ് കിട്ടാൻ നിലത്തേക്ക് മൂക്കും തള്ളി വീണു. 1000 നക്ഷത്രങ്ങൾ തനിക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന പോലെ വൈദേഹിക്ക് അനുഭവപ്പെട്ടു. മൂക്കുമ്പത്തി മേലോട്ട് നോക്കിയപ്പോൾ താൻ നേരത്തെ എന്ന പോലെ വായുവിൽ നിൽക്കുകയാണ് പാർവതി. വൈദേഹി അത് കണ്ടപ്പോൾ നന്നായി ഭയന്നു. ഇവള് ഇനി തന്നെ പോലെ വല്ല പരിക്കാരിയായിരിക്കുമോ? വൈദേഹിക്കൊന്ന് ഒഴിഞ്ഞു മാറാൻ സമയം കിട്ടുന്നതിന് മുന്നേ തന്നെ എഴുന്നേറ്റുന്ന വൈദേഹിയുടെ തോളിലേക്ക് എടുത്തിയാടി കഴിഞ്ഞിരുന്നു പാർവതി. ആളെ കുലുക്കിയിടാൻ വൈദേഹി ശ്രമിച്ചെങ്കിലും പാർവതി ഒന്നുകൂടെ അള്ളിപ്പിടിക്കുകയാണ് ചെയ്ത്.
ഒട്ടും സമയം കളയാതെ നേരത്തെ വൈദേഹി പാർവതി കൊടുക്കാൻ വിചാരിച്ചിരുന്ന പോലെ 2 തോളിലായി ഓരോ വെട്ട് വൈദേഹിക്ക് പാർവതിയുടെ കയ്യിൽ നിന്ന് കിട്ടി. അതോടുകൂടി വൈദേഹി നിലത്തേക്ക് കുഴഞ്ഞു വീണു. അവൾ നിലത്തെത്തുന്നതിന് മുമ്പേ തന്നെ പാർവതിയുടെ തോളിൽ നിന്ന് ചാടി എഴുന്നേറ്റ് മാറിക്കഴിഞ്ഞിരുന്നു. 2 പെണ്ണുകളുടെയും യുദ്ധം കണ്ട് കണ്ണുപോലും അടക്കാൻ മറന്നിടയ്ക്കായിരുന്നു സിദ്ധാർത്ഥ്. താനിപ്പം മരിച്ചു പോവോ? വേദന കൊണ്ട് വൈദേഹി നിലത്ത് കിടന്ന് ഞരങ്ങി. തോളിലെന്തോ ഭാരം അമർത്തി വെച്ച പോലെ. ദ്രോഹി, 2 തോളിട്ട് പണിയൊന്നു. എങ്ങനെയോ ഞരങ്ങി വലിഞ്ഞവൾ നിലത്തുനിന്ന് എഴുന്നേറ്റു. ദേഹം നൊന്നിട്ടും പകയുള്ള പാമ്പിനെ പോലെ വീണ്ടും വൈദേഹി പാർവതിയുടെ നേരെ ചെന്നു. തന്നെ ഇത്രയും ചെയ്ത സ്ഥിതിക്ക് അവളൊരു കുഞ്ഞു മുറിവെങ്കിലും ഏൽപ്പിക്കണം, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ സമാധാനം കിട്ടില്ല. വൈദേഹിയും പാർവതിയും കണ്ണോട് കണ്ണ് നോക്കി. ഇനിയും നിനക്ക് അടി വേണമെന്നാണോ വൈദേഹി? വളരെ ശാന്തയായി പാർവതി ചോദിച്ചപ്പോൾ വൈദേഹി പല്ലിറുമി. പാർവതിയുടെ 2 പുരികത്തിന്റെയും മധ്യത്തിലുള്ള ഭാഗം, അതായിരുന്നു വൈദേഹിയുടെ ലക്ഷ്യം. വിരലുകൾ പ്രത്യേക രീതിയിൽ വെച്ച് അവിടെ ഒരു കുത്തുകൊടുത്താൽ പിന്നെ പാർവതിയുടെ കാര്യം അതോടെ തീരുമാനമാവും. വൈദേഹി തന്റെ വിരലുകൾ ചുറ്റിപ്പിണങ്ങാൻ ശ്രമിക്കുമ്പോൾ കണ്ടു പാർവതിയുടെ വിരലുകൾ ചുറ്റിപ്പിണി തന്റെ പുരികത്തിന് നേരെ വരുന്നു. അതോടുകൂടി വൈദേഹി പുറകിലേക്ക് മാറി. ഈ സമയം ബുദ്ധി പ്രയോഗിച്ചാലും ശരിയാവില്ല, ഇവൾ തന്നെ അടിച്ച് പഞ്ഞിക്കിട്ട് കളയും. വൈദേഹി സ്വയം ഒന്ന് ഉപദേശിച്ചു. നിന്നെ ഞാൻ കാണിച്ചിനാടി. ചോറിയിട്ട് വീഴുന്ന ചുണ്ടുകളും മൂക്കുമായി വൈദേഹി തന്റെ ചൂണ്ടുവിരൽ പാർവതിയുടെ നേരെ ഉയർത്തിയെന്ന് കിതച്ചു. പിന്നെ സിദ്ധാർത്ഥിനെ നോക്കി പിന്തിരിയാതെ റൂമിൽ നിന്ന് പുറത്തേക്ക് കടന്നു. എന്റെ അമ്മേ, ദേഹമൊക്കെ വേദന സിദ്ധാർത്ഥ്. വൈദേഹി പോയപ്പോൾ പാർവതി സിദ്ധാർത്ഥിനെ നോക്കിയെന്ന് കിതച്ചു. തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച വൈദേഹിയിൽ നിന്ന് രക്ഷിച്ചെങ്കിലും സിദ്ധാർത്ഥ് പാർവതിയെ ഭയത്തോടെയാണ് നോക്കിക്കിടന്നത്. എന്തൊക്കെയാണ് കുറച്ചേരം കൊണ്ട് ഇവിടെ സംഭവിച്ചത്? സാധാരണ മനുഷ്യ സ്ത്രീകളുടെ പ്രവൃത്തികളാണ് ഇപ്പോൾ കണ്ടത്. അല്ല, ഒരിക്കലും അല്ല. എന്റെ സിദ്ധാർത്ഥ്, അവൾ പഠിച്ച കുറച്ച് അടവുകളൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ടെന്ന് വെച്ചോളൂ. ഇങ്ങനെയുള്ള അവളുമാരുടെ അടുത്ത് ഇതൊക്കെ എടുത്തേ പറ്റൂ. സിദ്ധാർത്ഥിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? പാർവതി ലാഘവത്തോടെ കാര്യം പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥിന് നേരത്തെ തോന്നിയ ആശങ്കകൾ ഒഴിഞ്ഞു മാറി. തനിക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് അവൻ കണ്ണുകളടച്ച് കാണിച്ചു. അവൾ ഇനിയും വരും കേട്ടോ, പക്ഷെ പേടിക്കണ്ട, ഞാനില്ലേ ഇവിടെ. അതും പറഞ്ഞ് പാർവതി സിദ്ധാർത്ഥിന്റെ കയ്യിലുണ്ടായിരുന്ന ചരടിൽ പതിയെ തലോടി. മേഘ തന്നല്ലേ ഇത്? അതേ അർത്ഥത്തിൽ സിദ്ധാർത്ഥന്റെ കണ്ണുകൾ ചലിപ്പിച്ചു. പാർവതി അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മുറിയിലെ വാതിലിനടുത്തേക്ക് നടന്നു. അവിടെ നിന്ന് അവൾ വാതിലായ ഒരു ചെറിയ മണി കെട്ടിയിടുന്ന സിദ്ധാർത്ഥ് കണ്ടു. ഇപ്പൊ പോയെങ്കിലും അവൾ ഇനിയും വരും സിദ്ധാർത്ഥ്. വാതിലെങ്ങാനും തൊട്ടാ എനിക്കറിയാം. ഇതിങ്ങനെ ഇരിക്കുന്ന നോക്കണ്ട, ഭയങ്കര ശബ്ദം. അതും പറഞ്ഞ് പാർവതി വാതിൽ പതി അനക്കിയപ്പോൾ മണിയിൽ നിന്ന് വലിയൊരു ശബ്ദം പുറപ്പെട്ടു. സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ പെരുമ്പറ കുട്ടുകയായിരുന്നു. ഇവിടെ വന്ന് അവൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ മേഘയോട് അവൾ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ഇഴഞ്ഞു വലിഞ്ഞൊരു വിധമാണ് വൈദേഹി തന്റെ വീടിന്റെ പടികൾ കടന്ന് കയറിയത്, ദേഹമാകെ ചതഞ്ഞിരിക്കുന്ന പോലെ. വൈദേഹി, കന്യകളുടെ കാര്യം എന്തായി? കയറിയപ്പോൾ തന്നെ അച്ഛന്റെ ചോദ്യം കേട്ട് വൈദേഹി അയാളെ തർപ്പിച്ചു നോക്കി. ഇവിടെ മനുഷ്യൻ ചാവാനായി, അതിനെടുക്കാം തന്തയുടെ കന്യകകള്. അതും പറഞ്ഞ് അവൾ ഇഴഞ്ഞു വലിഞ്ഞു പോകുമ്പോഴാണ് ഭൈരവൻ അവളുടെ കോലം ശ്രദ്ധിച്ച്. ഇവൾക്ക് ഇത് എന്തു പറ്റിയോ എന്തോ? അയാൾ ആശങ്കയോടെ അവളുടെ പിന്നാലെ ചെന്നു. വൈദേഹി മോളെ, നിനക്കിത് എന്തു പറ്റി? എങ്ങനെയോ ബെഡിലേക്ക് വീണ വൈദേഹി അയാളെ തറപ്പിച്ച് നോക്കി. അവിടെ തറവാട്ടിൽ പുതിയടുത്തേക്ക് കെട്ടിയെടുത്തിട്ടുണ്ട്. ഞാനത് അവനെ കൊല്ലാൻ അവിടെ വരെ പോയതാ. അവളെ എടുത്തിട്ട് പെരുമാറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അച്ഛൻ നോയിക്കോ, അവളെ ഞാൻ വെറുതെ വിടില്ല. എന്റെ പല്ലും മൂക്കും അവളെ തകർത്ത് കളഞ്ഞു. കുറച്ചധികം സംസാരിച്ചപ്പോൾ വേദനയെടുത്ത് മൂക്കും വായും വൈദേഹി കൈകൊണ്ട് പൊത്തിപ്പിടിച്ചു. ഭൈരവനാണെങ്കിൽ അവൾ ഇത് എന്തൊക്കെ പിച്ചും പെയ്യാണ് പറയുന്നത് ഭാവത്തിൽ നിൽക്കുകയാണ്. നോക്കി നിൽക്കാതെ എന്റെ മുറിവിനെന്തെങ്കിലും മരുന്ന് വെച്ച് ആച്ചാ. മുറിവേറ്റ സിമ്മിണിയെ പോലെ വൈദേഹി ഉറക്കെ ചീറിയപ്പോൾ ഭൈരവൻ തിരിഞ്ഞു നോക്കാതെ ഓടി. മരുന്നുകളും പഞ്ഞികളൊക്കെ ആയിട്ടാണ് അയാൾ പിന്നെ തിരിച്ചു വന്നത്. എന്തൊക്കെയോ പച്ചമരുന്നുകൾ ഉള്ളിലേക്ക് കഴിക്കാനും കൊടുത്തു. മറ്റു മുറിവുകളിൽ മരുന്ന് വെച്ചു കൊടുത്തു. വൈദേഹി അതോടുകൂടി ഉറക്കമായി. അവൾ ഉറങ്ങി എഴുന്നേൽക്കാൻ ഭൈരവൻ കാത്തിരുന്നു. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ വേദനക്കൽപ്പം ശമനം വന്ന പോലെ വൈദേഹിക്ക് തോന്നി. അവൾക്ക് ഭക്ഷണം എടുത്തു കൊടുത്തു. അത് കഴിച്ച് കഴിയുന്നവരെ ഭൈരവൻ കാത്തിരുന്നു. ആരാ മോളെ തറവാട്ടിൽ വന്നത്? രേണുകയുടെ ബന്ധുവോ മറ്റാണോ? പരമേശ്വരന്റെ ബന്ധുക്കളെയൊക്കെ ഒരുവിധ അയാൾക്ക് അറിയാവുന്നതാണ്. അവരിൽപ്പെട്ട ആരും വൈദേഹി ഇങ്ങനെ അടിച്ചിടാൻ മാത്രം കരുത്തുള്ളവരൊന്നുമല്ല. അല്ലച്ച, ഒരു പുതിയ വേലക്കാരി, അവളാ എന്നെ ഇങ്ങനെ ചെയ്ത്. വേലക്കാരിയോ? നിനക്ക് നാണമില്ല വൈദേഹി എന്നോട് ഇങ്ങനെ വന്ന് പറയാൻ? വെറൊരു വേലക്കാരി നിന്നെ അടിച്ചിട്ടെന്നോ? അത് ഈ വിധത്തിൽ? ഞാൻ പറയുന്നത് സത്യാച്ച. പരമേശ്വരമാവ് കുറെ നാളെ ഒരു പുതിയ ജോലിക്കാരി അന്വേഷിച്ച് നടക്കുന്നു. ഇപ്പൊ കിട്ടിയാത്ര അവളെ. ഞാനവനെ ആ സിദ്ധാർത്ഥിന്റെ മുഖത്ത് തലയിണ വെച്ച് അമർത്തിക്കൊല്ലാൻ നോക്കിയായിരുന്നു. അപ്പോഴവൾ കയറി വന്ന് കുറെയൊക്കെ പിടിച്ചേക്കാൻ നോക്കിയെങ്കിലും അവളെ നീവിതാക്കി കളഞ്ഞു. വൈദേഹി വീണ്ടും അത് തന്നെ പറയുന്ന കേട്ടപ്പോൾ ഭൈരവൻ ആലോചനയോടെ ഇരുന്നു. വൈദേഹി പറയുന്നതൊക്കെ സത്യമാണെന്ന് അയാൾക്ക് മനസ്സിലായി. പക്ഷെ വെറും ഒരു വേലക്കാരി, അതും വൈദേഹിയെ പോലെ എല്ലാ അടവും പഠിച്ചവളിങ്ങനെ ചെയ്യണമെങ്കിൽ അവളൊരു സാധാരണക്കാരി ആയിരിക്കില്ല. ഉള്ളിൽ ചെറിയൊരു ഭയം കൂടുകൂട്ടുന്നു. ഏയ് ഇല്ല, ഭൈരവൻ സ്വയം പറഞ്ഞു. പക്ഷെ അവളെ ഒന്ന് കാണണം. ഭൈരവൻ വൈദേഹിയോട് കണ്ണു കാണിച്ചുകൊണ്ട് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി. നേരെ തറവാട്ടിലേക്കാണ് നടന്നത്. ഈ സമയം പരമേശ്വരൻ ഉണ്ടാവില്ലെന്നറിയാം. പടിഞ്ഞാറേ തളം വഴി കയറുമ്പോൾ ആട്ടുകെട്ടിൽ നിന്നൊരു യുവതി ഇരുന്ന് ആടുന്നു. വെള്ള സാരി ഉടുത്തിരിക്കുന്നു. ഒരു മൂക്കുത്തി ഒഴിച്ച് വേറെ ആഭരണങ്ങളൊന്നുമില്ല. തെറ്റു പറയരുതല്ലോ, നല്ല ഐശ്വര്യമുള്ള ഒരുത്തി. ഭൈരവനെ കണ്ടപ്പോൾ പാർവതി ഒന്ന് പുഞ്ചിരിച്ചുവെങ്കിലും ഭൈരവൻ തിരികെ ഒരു കൂർത്ത നോട്ടമാണ് കൊടുത്തത്.
ഇവളാണോ വൈദേഹി പറഞ്ഞ ആ പെണ്ണ്? ഇവളെ കണ്ടിട്ട് അങ്ങനെ ഇടിച്ചിടുന്നവളാണെന്ന് തോന്നുന്നില്ലല്ലോ. ഭൈരവൻ ഉള്ളിലോർത്തു. നീയാണോ എന്റെ മോളെ ഉപദ്രവിച്ച്? നിഷ്കളങ്ക തുളുങ്ങുന്ന പാർവതിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഭൈരവ് ഉറക്കെ ചീറി. ആണെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യും? അത്രയും നേരം മുഖത്തുണ്ടായ നിഷ്കളങ്ക ഭാവം പുഞ്ചിരിയും ഒക്കെ പാർവതിയുടെ മുഖത്ത് നീങ്ങോ പോയി മറഞ്ഞു. ഭൈരവന്റെ അന്തക്കേറ്റ അടിയായിരുന്നു പാർവതിയുടെ ആ ചോദ്യം. ഭൈരവൻ ദേഷ്യം കൊണ്ട് വിറച്ചു. ആണെങ്കിലോന്നോ അഹങ്കാരി, ഞാൻ ആരാണെന്ന് അറിഞ്ഞിട്ടാ നീ ചോദിക്കുന്നത്? അങ്ങ് ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാ അവൾ ഉപദ്രവിച്ച് ഞാനാണെങ്കിൽ എന്നെ എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഭൈരവന്റെ ക്ഷമയുടെ നെല്ലിപ്പലക തറക്കുന്നതായിരുന്നു പാർവതിയുടെ സംസാരം. ഇനി സംസാരില്ല, പ്രവൃത്തി മാത്രം. ഉച്ചത്തിൽ അതും പറഞ്ഞുകൊണ്ട് ഭൈരവൻ തന്റെ 2 കൈകളുടെയും ചൂണ്ടുവിരലുകൾ പാർവതിയുടെ നേരെ 2 കണ്ണുകൾക്ക് നേരെ പിടിച്ചു. എന്നിട്ടൊരു വിരൽ കൊണ്ട് വായിലൊരു വട്ടം വരച്ചു. ആ നേരമൊക്കെയും പാർവതി ശാന്തമായി അയാൾ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഒരു വട്ടം വരച്ചിട്ട് അവൾക്കൊന്നും സംഭവിക്കാതെയായപ്പോൾ ഭൈരവൻ പാർവതിയൊന്ന് മിഴിച്ചു നോക്കി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഭൈരവൻ സ്വയം പറഞ്ഞു. ശ്വാസം ഉള്ളിലേക്ക് ആഞ്ഞു വലിച്ച് നെഞ്ചിൽ 2 കുത്തുകുത്തി ഭൈരവൻ വീണ്ടും നേരത്തെ വായിൽ വരച്ചതിനേക്കാൾ വലിയൊരു വട്ടം വരച്ചു. എന്തുപറ്റി വൈദ്യയിടാച്ചാ? അയാളുടെ അരികിലേക്ക് കുറച്ച് നടന്നു വന്ന് കണ്ണുകളൊന്ന് വിളർത്തിക്കൊണ്ട് പാർവതി ചോദിച്ചപ്പോൾ ഭൈരവൻ അവളുടെ കണ്ണിലെ കാഴ്ച കണ്ട് നിലവിളിച്ചു പോയി. വെളുത്ത നിറത്തിലുള്ള ഒരു ഭീകര സർപ്പം പാർവതിയുടെ കണ്ണുകളിൽ നിന്ന് ഇറങ്ങി വരുന്നു. അതെ, അത് തന്റെ നേരെ തന്നെയാണ് വരുന്നത്. പാർവതിയാണെങ്കിൽ ശൂന്യതയിലേക്ക് എന്നവണ്ണം തുറിച്ചു നോക്കി നിൽക്കുകയാണ്. ഭൈരവൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല. പിന്തിരിഞ്ഞ് നോക്കാതെ പുറത്തേക്ക് ഓടി. വീടിന്റെ പടിഞ്ഞാറ് തളവും കഴിഞ്ഞ് പുറത്തേക്ക് ചാടിയപ്പോഴാണ് ഭൈരവന് കുറച്ചെങ്കിലും ശ്വാസം വീണത്. അപ്പോഴാണ് തന്റെ പിൻകഴുത്തിൽ വഴുവഴുപ്പുള്ള എന്തോന്ന് വന്ന് വീണ പോലെ ഭൈരവന് തോന്നിയത്. കൈകൊണ്ട് തട്ടി നീക്കിയിട്ടും പോവാതെയായപ്പോൾ ഭൈരവൻ തോളിലേക്ക് നോക്കി. നേരത്തെ കണ്ട സർപ്പത്തിന്റെ ചെറിയ രൂപം തന്റെ തോളിൽ കിടന്ന് എഴിയുന്നു. നോക്കി നിൽക്കി അത് വലുതാകുന്നു. നേരത്തെ കണ്ടതിൽ നിന്നൊട്ടും വ്യത്യാസമില്ലാതെ ഭീകരമായി രൂപം പ്രാപിക്കുന്നു. അതിനെ തട്ടിയെറിഞ്ഞ് പട്ടാപകലായിട്ടും ഭൈരവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് തന്റെ വീടിന് നേരെ ഓടി. കുറെ ദൂരം ഓടിയെന്ന പോലെ അയാൾക്ക് കിതച്ചിട്ടും തന്റെ വീടെത്തിയില്ല. മുന്നിലൊരു മരുഭൂമി പോലെ അയാൾക്ക് തോന്നി. എന്തോ ഒരു കാൽപ്പെരുമാറ്റം കേട്ട് മുന്നിലേക്ക് നോക്കിയപ്പോൾ അതാ കുറെ സ്ത്രീകൾ ചിരിച്ചുകൊണ്ട് തന്റെ നേരെ ഓടി വരുന്നു. കണ്ണുപിടിക്കാതെ ഭൈരവൻ തന്നെ കണ്ണൊന്ന് തിരിഞ്ഞു നോക്കി. ഇതുവരെയും താൻ പലയിടത്ത സ്ത്രീകളെല്ലാം ആ കൂട്ടത്തിലുണ്ട്. തനിക്ക് മതിഭ്രമം ബാധിച്ചോ എന്ന് ഭൈരവന് നിമിഷം തോന്നി. ഇവരൊക്കെ എവിടുന്ന് വരുന്നു? അടുത്തു വന്നപ്പോഴാണ് കണ്ടത് അവരുടെ കയ്യിലൊക്കെ ആയുധങ്ങളുമുണ്ട്. ഭീകര സർപ്പം ഭൈരവന്റെ മേൽ ചുറ്റിപ്പിടിച്ച് അയാൾ ഓടാനാവാത്ത വിധത്തിൽ നിന്നു. സ്ത്രീകൾ അയാളുടെ മേൽ പ്രഹരിക്കാനും തുടങ്ങി. പാമ്പിന്റെ പിടുത്തം കാരണം എല്ലിൽ നുറുങ്ങുന്ന വേദന. അതിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ നിൽക്കുകയാണ്. അതിന്റെ കൂടെയാണ് ഈ പെണ്ണുങ്ങളുടെ അടിയും. താൻ മരിച്ചു പോയേക്കുമോ എന്ന് ഭൈരവന് തോന്നി. ഇടയ്ക്കിടയ്ക്ക് പാമ്പ് ഒന്നുകൂടെ പിടുത്തൊന്ന് മുറുക്കും. വാരിയിലും നെഞ്ചുമൊക്കെ നുറുങ്ങുന്ന പോലെ അപ്പോൾ ഭൈരവന് തോന്നും. ഭൈരവന്റെ കണ്ണുകൾ അപ്പോൾ തുറിക്കും. കണ്ണിൽ നിന്ന് കുടുകുടാ വെള്ളം ചാടും. ഇതിലും ഭേദം മരിച്ചാൽ മതിയെന്ന് ഭൈരവന് തോന്നി തുടങ്ങി. സ്ത്രീകൾ കൈകൾക്ക് ഒരു തളർച്ചയുമില്ലാതെ തല്ലിയൊതുക്കിയാണ് ഭൈരവനെ. സ്ത്രീകളോട് കരഞ്ഞു മാപ്പ് അപേക്ഷിച്ചെങ്കിലും അവരുടെ തല്ലിന് പിന്നീട് യാതൊരു മയവും ഉണ്ടായിരുന്നില്ല. ഉച്ചത്തിൽ അട്ടഹസിച്ച് മതി വരുവോൾ അവർ ഭൈരവനെ തല്ലിക്കൊണ്ടിരുന്നു. നുറുങ്ങുന്ന വേദനയോടെ ഭൈരവൻ അവസാന നിലത്തേക്ക് ഉഴഞ്ഞു വീണു. ഒന്ന് ശ്വാസം വിടാനുള്ള ആരോഗ്യം പോലും ഭൈരവൻ അപ്പോൾ ഉണ്ടായിരുന്നില്ല. അച്ഛാ, അച്ഛാ, ആരോ നേരത്തെ സ്വരത്തിൽ വിളിക്കുന്ന കേട്ടപ്പോഴാണ് ഭൈരവൻ പതിയെ കണ്ണു തുറന്ന്. മുകളിലേക്ക് കറങ്ങുന്ന ഫാൻ കണ്ടപ്പോൾ മനസ്സിലായി താനിപ്പോൾ കിടക്കുന്ന തന്റെ റൂമിലാണെന്ന്. കൈയൊന്ന് ഉയർത്താൻ നോക്കിയപ്പോൾ വേദന കൊണ്ട് പൊങ്ങുന്നില്ല. അച്ഛാ, പല്ലിറുമിയുള്ള വൈദ്യയുടെ വിളി കേട്ടപ്പോൾ ഭൈരവൻ മുഖം അങ്ങോട്ട് തിരിച്ചു. എത്ര നേരം ഞാൻ കിടന്ന് വിളിക്കുന്നു. ആരുടെ കയ്യിൽ നിന്ന് അടിവാങ്ങി ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിയത്? കന്യകളെ തപ്പാൻ പോയിട്ട് അവിടെ കയ്യിൽ നിന്നെങ്ങാനും വല്ലതും കിട്ടിയോ? ഭൈരവന്റെ കിടപ്പ് കണ്ടപ്പോൾ വൈദേഹിക്ക് അങ്ങനെ ചോദിക്കാനാണ് തോന്നിയത്. മൂക്കിനും ചുണ്ടിനുമൊക്കെ പരിക്ക് പറ്റിയതിനാൽ അവളുടെ കൺതളമാ കറുത്തിരിക്കുന്നുണ്ടായിരുന്നു. സംസാരം അത്രയ്ക്ക് അങ്ങോട്ട് വ്യക്തതയുണ്ടായിരുന്നില്ല. ഭൈരവനപ്പോൾ തന്റെ വേദനയേക്കാൾ മകളുടെ മുഖം കണ്ടപ്പോഴാണ് സങ്കടം തോന്നിയത്. നേരത്തെ അവൾ പറഞ്ഞൊന്നും താൻ വിശ്വസിച്ചില്ല. അവൾ ഇന്ന് മാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും. എന്നെ ഒന്ന് പിടിക്കു വൈദേഹി. ഒന്ന് ഞെരങ്ങിക്കൊണ്ട് ഭൈരവൻ പറഞ്ഞു. വൈദേഹി അയാളെ പതുക്കെ താങ്ങിക്കൊടുത്തപ്പോൾ ഭൈരവൻ കട്ടിലേക്കൊന്ന് ചാഞ്ഞിരുന്നു. വൈദേഹിക്ക് അതൊക്കെ കണ്ടപ്പോൾ അയാളോട് സഹതാപം തോന്നി. തന്റെ കയ്യിലുണ്ടായിരുന്ന വെളുത്ത നിറത്തിലുള്ള പൊടി അല്പാൽപ്പം വൈദേഹി ഭൈരവന്റെ മേൽ പുരട്ടിക്കൊടുത്തു. മോളെ വൈദേഹി, നീ പറഞ്ഞ ശരിയാ. അവളൊരു സാധാരണ സ്ത്രീയല്ല. അതേതായാലും നന്നായി. അവളുടെ കയ്യിൽ നിന്നാണല്ലേ വാങ്ങിക്കൂട്ടിയത്. എന്തായാലും അച്ഛന് കാര്യം മനസ്സിലായല്ലോ. എനിക്കത് മതി. പക്ഷെ അച്ഛാ, അവൾ ഇനി ആരായാലും ശരി, ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഈ വൈദ്യയെ ഇത്രയും കാലത്ത് ആയുസിനിടയിൽ ആരും ഇതുവരെ ഇങ്ങനെ വേദനിപ്പിച്ചിട്ടില്ല. ഇതുവരെ അങ്ങോട്ട് ആൾക്കാർ ഉപദ്രവിച്ചിട്ടുണ്ടെന്നല്ലാതെ ആരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ കിട്ടിയിട്ടില്ല. അവൾക്ക് വെച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെയാ വൈദ്യ ഇവിടെ എത്തിയത്? അച്ഛനെ കാണാൻ അന്വേഷിച്ചിറങ്ങിയാൽ ഞാൻ അപ്പോഴും എലഞ്ഞു മറിച്ചോടിൽ ബോധലാണ്ട് കിടക്കുന്നു. എങ്ങനെയോ പൊക്കി വലിച്ച് ഇങ്ങോട്ട് കൊണ്ട് കിടത്തിയതാണ്. ശരിക്കും എന്താ അച്ഛൻ ഉണ്ടായത്? കൂടുതൽ തിരക്കേണ്ട വൈദ്യ, ഒരു കാര്യം അറിഞ്ഞു വെച്ചോളൂ. ആത്മാക്കൾ നമ്മുടെ ചുറ്റും കറങ്ങി നടപ്പുണ്ട്. അവളാണ് അവയെ സംരക്ഷിക്കുന്നത്. എനിക്കുണ്ടായതൊന്നും നിന്നോട് പറയാൻ കഴിയില്ല. എല്ലാം വെറും അതിഭ്രമമായെന്ന് എനിക്ക് തോന്നും. ഇല്ല, എനിക്കങ്ങനെ തോന്നില്ല. ഇത്രക്കല്ലെങ്കിൽ ഏറെക്കുറെ ഇതുപോലെ എനിക്കും കിട്ടിയതാണല്ലോ.
അത് കേട്ടപ്പോൾ ഭൈരവൻ ഒരു ദീർഘനിശ്വാസത്തോടെ തനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം വൈദേഹിയോട് പറഞ്ഞു. പാർവതി ഒരു സാധാരണ സ്ത്രീയെല്ലാം നേരത്തെ തോന്നിയതാണ്. എങ്കിലും ഇത്രക്കാൻ കൂടി തന്നെ ഉപദ്രവിക്കുന്ന ഭൈരവൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ബലിക്ക് സമയമായി. കന്യകകൾ എത്രയും പെട്ടെന്ന് ബലി കൊടുക്കണം. അല്ലെങ്കിൽ ഇതിലും വലുത് താനും തന്റെ മകളും അനുഭവിക്കേണ്ടി വരും. പാർവതിയുടെ ആക്രമണം ഭൈരവൻ ആ രീതിയിലാണ് ചിന്തിച്ചത്. എത്രയും പെട്ടെന്ന് 3 കന്യകളായ പെൺകുട്ടികളെ കണ്ടുപിടിക്കാൻ ശ്രമം ആരംഭിച്ചു അച്ഛനും മകളും കൂടെ. ഇരുട്ട് നിറഞ്ഞ വഴിയിലൂടെ പിന്നിൽ നിന്ന് ആരൊക്കെ വരുന്ന ശബ്ദം കേട്ടിട്ട് പോലും തിരിഞ്ഞു നോക്കാതെ പ്രാണനും കയ്യിൽ പിടിച്ച് ഓടുകയായിരുന്നു ജീവൻ. 4-5 ദിവസമായി മര്യാദക്ക് ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം മാത്രമേ തമിഴന്മാർ തരുന്നുണ്ടായിരുന്നുള്ളൂ. എങ്ങനെയാണ് ആ ഇരുട്ടറക്കുള്ളിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് ഇപ്പോഴും ജീവൻ അറിയില്ല. ഒരായുസ് മുഴുവൻ അനുഭവിക്കാവുന്ന നരകയാത്ര മുഴുവൻ 4-5 ദിവസങ്ങൾ കൊണ്ട് ആ ഇരുട്ടറക്കുള്ളിൽ തമിഴന്മാരിൽ നിന്ന് അനുഭവിച്ച് കഴിഞ്ഞിരുന്നു. അവന്മാരുടെ ഉദ്ദേശം കൊല്ലാൻ തന്നെയായിരുന്നു. പക്ഷെ അതിനിടയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. മേഘ ഗർഭിണിയാണെന്ന്, അതുകൊണ്ട് അവളെ ഇപ്പോൾ ബലി കൊടുക്കാൻ പറ്റില്ലെന്ന്, പകരം വേറെ പെൺകുട്ടികളെ ബലി കൊടുക്കാനാണ് പോകുന്നതെന്ന് വൈദേഹി അവരോട് പറഞ്ഞത്രേ. പക്ഷേ എന്നാലും മേഘയും തന്നെ അവർ വെറുതെ വിടാൻ പോകുന്നില്ല. ഒളിച്ചോടിപ്പോയ നാട്ടിൽ പറഞ്ഞു വരുത്തിയ സ്ഥിതിക്ക് തങ്ങൾ രണ്ടുപേരെയും കൊല്ലുന്ന അവന്മാർ തമ്മിൽ പറയുന്നുണ്ടായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.